തൃശൂർ മരത്തംകോട് ഇരുനില വീട് നിലംപൊത്തി നിർമ്മാണത്തിലിരുന്ന വീടാണ് പൂർണ്ണമായും തകർന്നത്. കിടങ്ങൂർ നാറാണത്ത് വീട്ടിൽ ഫൈസലിന്റെ വീടാണ് തകർന്നു വീണത്. കനത്ത മഴയിൽ ചുമരുകൾ നനഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഈ സംഭവം എപ്പോഴായിരുന്നു? നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വീടാണോ ഇപ്പോൾ ഈ നിലം പൊത്തിയിരിക്കുന്നത്? സംഗീത, ഇന്ന് ഉച്ചക്ക് 1:30യോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ്, 8 മാസമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണത്. കിടങ്ങൂർ നാറാണത്ത് വീട്ടിൽ ഫൈസലിന്റെ വീടാണിത്. കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിക്കുന്ന വീടാണിത്. 8 മാസത്തിലേറെയായി നിർമ്മാണം നടക്കുന്നു. ഇന്ന് തൊഴിലാളികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഈ വീടിന്റെ ഒരു നിർമ്മാണത്തിന്റെ തകർന്നു വീഴാൻ കാരണം എന്തെന്നുള്ള കാര്യത്തിലടക്കം ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന വീട് വാർപ്പ് കഴിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വീടാണ്. സിമന്റ് ഇഷ്ടികയ്ക്കൊപ്പം തന്നെ വെട്ടുകല്ല് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരു നിലയുടെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. തേപ്പടക്കമുള്ള ജോലികൾ നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ഏതായാലും ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിക്കുന്ന ഒരു വീടാണ്. കനത്ത മഴയെ തുടർന്നാണെന്ന് പ്രാഥമികമായി നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത് തകർന്നു വീഴുന്നത് സംഗീത. ശരി ലെവിൻ.